MR വാക്സിനാണോ MMR വാക്സിനാണോ എടുക്കേണ്ടതെന്ന് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളവരുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് MR വാക്സിനെ അപേക്ഷിച്ച് MMR വാക്സിന് മാത്രമേ മുണ്ടുനീരിനെതിരെയുള്ള കണ്ടൻസ് ഉള്ളൂ. മുണ്ടുനീര് പലരും വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമായ ഒരു അസുഖമല്ല. ചുരുക്കം ചില കുട്ടികൾക്ക് തലച്ചോറിനെ ബാധിക്കുന്ന ജ്വരം അഥവാ എൻസെഫലൈറ്റിസ് മംസിനോടനുബന്ധിച്ച് വരാം. ഇത് വളരെ ഗുരുതരമായ ഒരു രോഗാവസ്ഥയാണ്. ചില കുട്ടികൾക്ക് ഓർക്കൈറ്റിസ് അഥവാ വൃഷ്ണവീക്കവും വരാം. ഇതും കുട്ടികളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. മറ്റു കോംപ്ലിക്കേഷനുകളിൽ പെട്ടതാണ് ഹാർട്ടിനെ ബാധിക്കുന്ന മയോകാർഡൈറ്റിസ്, ജോയിന്റുകളിലെ വീക്കം, പാൻക്രിയാസ് വീക്കം എന്നിവ. തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഉണ്ടാവുന്ന കണങ്ങളിലൂടെ കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും ഒരുപോലെ മംസ് വ്യാപിക്കാം. ഗർഭിണികളിൽ ആദ്യ മാസങ്ങളിൽ മുണ്ടുനീര് പിടിപെട്ടാൽ അത് അബോർഷന് വരെ കാരണമാവാം. 2 ഡോസ് MMR വാക്സിൻ എടുക്കുന്നതിലൂടെ മുണ്ടുനീര് വരാനുള്ള സാധ്യത 90% വരെ കുറയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിനാൽ ഇതുവരെ MMR വാക്സിൻ എടുക്കാത്തവർ പെട്ടെന്ന് തന്നെ MMR വാക്സിൻ എടുക്കണം. ഈ വ്യാധിയെ തടയണം. ഇത് മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.